ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഒരു ഗിവ് അവേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിൽ ഒരുപാട് ആൾക്കാർ DM ആയിട്ട് വന്ന് പറഞ്ഞതാണ് നിങ്ങൾ എപ്പോഴാണ് ഗിവ് അവേൻ്റെ വിന്നറിന് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഗിവ് അവേയിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ പേജിൻ്റെ ഫസ്റ്റ് ഗിവ് അവേ ആണിത്. ബട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ലൈക്ക് നമ്മൾ കൊടുക്കുന്ന ഗിവ് അവേ കുറച്ച് അടിപൊളിയായിട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ 5K വർത്ത് വരുന്ന ഒരു മിനി ട്രോളി ആയിരുന്നു ഫസ്റ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ ഗിവ് അവേയിൽ കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പം വേറെ ഒന്നല്ല, അപ്പം ഞാൻ നോർമലി ഇൻസ്റ്റയിലായിരുന്നു ആ ഗിവ് അവേ നടത്തിയത്. ബട്ട് ഞാൻ നോർമലി നമ്മൾ എല്ലാ ഫോട്ടോസും വീഡിയോസും ഈ ഇൻസ്റ്റയിൽ ഇടുന്നത് പോലെ തന്നെ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇട്ടതാണിത്. ബട്ട് ഗിവ് അവേയിൽ ഓൾറെഡി യൂട്യൂബിലത്തെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ വന്ന കമൻറ്റ്സ് വെച്ചാൽ ഇൻസ്റ്റഗ്രാം ഇല്ലയെന്നായിരുന്നു. അപ്പോൾ ഞാനത് ഓർത്തിട്ടില്ല. ഞാൻ നോർമലി ഇൻസ്റ്റയിൽ കൊടുക്കുന്ന ഗിവ് അവേ ആണ്. അപ്പം ലൈക്ക് യൂട്യൂബിൽ കുറച്ച് ആൾക്കാരായിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ആൾക്കാർ ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണുമല്ലോ, അപ്പോൾ യൂട്യൂബിൽ കുറച്ച് ആൾക്കാർ ഈ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് ജസ്റ്റ് കമൻറ്റും നമ്മൾ പറഞ്ഞ പോലെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോടെ വിചാരിച്ചായിരുന്നു നമ്മൾ ചെയ്തത്. ബട്ട് അങ്ങനെയല്ല, ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല എന്ന് പറഞ്ഞിട്ട്. ബട്ട് കുറേ കുഞ്ഞു മക്കളാണെങ്കിലും ഒരുപാട് ആൾക്കാർ പറഞ്ഞു നമുക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല, അപ്പം ഗിവ് അവേയിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നോർമലി നമ്മളിപ്പോൾ ഉള്ള 5K വർത്ത് വരുന്ന ട്രോളി നമ്മൾ കൊടുക്കുന്നത് ഇൻസ്റ്റഗ്രാം വഴി നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ്. പക്ഷേ യൂട്യൂബിൽ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും, അതായത് എനിക്ക് ഓൾറെഡി ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു 70 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അതിപ്പോൾ ഒരു 600 സംതിങ് ആയത് നിങ്ങൾ കാരണം മാത്രമാണ്. സോ നമുക്കിപ്പം അത് നമുക്ക് കൺസിഡർ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. സോ അത് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്കൊരു അടിപൊളി ഗിവ് അവേ നമ്മൾ വേറെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഗിവ് അവേ തന്നെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും കുറച്ചും കൂടെ വർത്തായിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആയിരിക്കും യൂട്യൂബിൽ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവുക കേട്ടോ. സോ ആ ഒരു യൂട്യൂബിലെ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറയുമ്പം മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ്സ് കഴിച്ചിട്ടില്ല, നമുക്ക് ഇങ്ങനെ ഒരു കുറച്ച് പ്രശ്നങ്ങളാണ്, സോ നമ്മൾ ഇതുവരെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല നോക്കിയേ. അല്ലാണ്ട് നമുക്ക് ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറേ വിഷമമായി. കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് കഴിക്കാൻ പറ്റിയിട്ടില്ല, നമ്മളിതൊക്കെ ഷോപ്പിൽ നിന്ന് കാണലേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞു മക്കളൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി, ലൈക്ക് ഈവൻ കോൾ വരെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഓക്കെ, ലൈക്ക് നമ്മളെ പോലെ തന്നെ നമുക്കിപ്പോൾ എല്ലാ പ്രോഡക്റ്റ്സും ഇപ്പോൾ നമുക്ക് കാണണം, എക്സ്പ്ലോർ ചെയ്യണം, നമുക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ, നമുക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം ഇപ്പോൾ നമുക്ക് നടത്തണം എന്നില്ല. ഓക്കെ, അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ട് ഞാൻ ഈ യൂട്യൂബിൽ വരുന്ന ഗിവ് അവേയിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആയിരിക്കും തരുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് ഞാനത് പറയുന്നതായിരിക്കും. സോ ഈ ഒരു ഗിവ് അവേയിൽ നമ്മൾ 2K ആകുമ്പോഴാണ്, അതായത് 2K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴായിരിക്കും നമ്മൾ ഇത് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്, ഗിവ് അവേ വിന്നറിൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ ഗിവ് അവേൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഗിഫ്റ്റ് ആയിരിക്കും. അതും 1ഉം 2ഉം ആക്കല്ല, 5 പേർക്കാണ് നമ്മൾ ആ ഗിഫ്റ്റ് കൊടുക്കുന്നത്. സോ ഗൈസ്, ഇൻസ്റ്റയിൽ 3 ആക്കാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മൾ 5 പേഴ്സൺസിനാണ് നമ്മൾ ആ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അതും വ്യത്യസ്തമായിട്ടുള്ള ഗിഫ്റ്റ്സാണ്. കുറേ ചോക്ലേറ്റ്സ് വെച്ചിട്ടുള്ള ഹാമ്പേഴ്സ് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നുണ്ടാവുക കേട്ടോ. അതും പ്രീമിയം ആയിട്ടുള്ള അടിപൊളി ചോക്ലേറ്റ്സ് ആയിരിക്കും. ചോക്ലേറ്റ് ലവേഴ്സ് ആയിക്കോട്ടെ, ചോക്ലേറ്റ് ലവേഴ്സ് അല്ലാത്ത ആരും ഉണ്ടാവില്ല എന്നറിയാം. ഓക്കെ, അതുകൊണ്ട് ഗേൾസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു ഗിവ് അവേയിൽ കൊടുക്കുന്നുണ്ടാവുക. അതെന്താ ഗിഫ്റ്റ് എന്നൊക്കെ ഉള്ളത് എന്തായാലും അടിപൊളി ഗിഫ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഇൻസ്റ്റത്തെ ആൾക്കാർക്ക് 5K വർത്ത് തന്നെ ട്രോളി കൊടുക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിലത്തെ ആൾക്കാരിനോട് ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്തായാലും ഒരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ബട്ട് 2K സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷമായിരിക്കും നമ്മൾ ഈ ഗിവ് അവേൻ്റെ വിന്നറിനെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. ഇതിലെന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു അതായത് റാൻഡമായിട്ട് കമൻറ്റ്സ് ഇടുക. അതായത് നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ മെൻഷൻ ആക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ അവർ മെൻഷൻ ചെയ്യുന്നത് ഇന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ട് നമുക്ക് ലൈക്ക് ആൾക്കാരുടെ ID വെക്കുമ്പം നമുക്ക് അത്രയും ആൾക്കാരത് വീഡിയോസ് കാണാൻ തുടങ്ങും. ബട്ട് നിങ്ങളിതിൽ ജസ്റ്റ് ആൾക്കാരിങ്ങനെ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതായത് ആ ആൾക്കാർക്ക് കിട്ടില്ല, ജസ്റ്റ് നിങ്ങൾ വെറുതെ ആൾക്കാരെ നെയിംസ് എഴുതുന്ന പോലെയാവും. ബട്ട് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസിന് ലൈക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. ഓക്കെ, ആ കമൻറ്റ് ഇടുക. അതേപോലെ
ഈ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതാണ് വേണ്ടത്. അത്രമാത്രം നിങ്ങൾ യൂട്യൂബിൽ ചെയ്താൽ മതി. അതേപോലെ പ്രത്യേകിച്ച് ഒരു കാര്യം, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്തിരിക്കുന്നത്. ഈ സബ്സ്ക്രൈബേഴ്സിനെ നോക്കിയിട്ടായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് റൂൾ വരുന്നത്. പിന്നീട് വരുന്ന റൂൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും ആൾക്കാർ കമൻറ്റ് ഇടുന്നത്. കാരണം എനിക്ക് അത് വീഡിയോസ് നോക്കിയാൽ അറിയാൻ പറ്റും ആരാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ് കാണുന്നതെന്നൊക്കെ നമുക്കതിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം ടോപ്പ് കമൻറ്ററിന്, അതായത് റാൻഡമായിട്ട് കമൻറ്റ് പിക്ക് ചെയ്യും. അതായത് ടോപ്പ് കമൻറ്ററിന് വേറെ ഒരു അടിപൊളി ഗിഫ്റ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അതുപോലെ നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇതൊക്കെ ഒരാൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തുകൂടെയും. കാരണം ഇത്രയും എഫേർട്ട് എടുക്കുന്ന ഒരു ലക്കി വിന്നറിനെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ നമുക്ക് എല്ലാം കൂടി കുറേ ആൾക്കാർക്ക് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ലൈക്ക് നിങ്ങളിപ്പോൾ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിലിപ്പം നെയിം എഴുതിയിടുമല്ലോ ലക്കി ഡ്രോയിൽ. അതിലിപ്പോൾ എത്ര ആൾക്കാർക്കും കൊടുക്കുന്ന 2000 3000 ആൾക്കാർ പ്ലസ് അതിലും കൂടുതൽ ആൾക്കാർ ആ ഒരു ഷോപ്പിൽ വരുന്നുണ്ടാവും, ആ ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിലേതെങ്കിലും ഒരാൾക്കല്ലേ അവർ കൊടുക്കുള്ളൂ. ഇത്രയും ആൾക്ക് കൊടുക്കാനൊരു ഇതുണ്ടാവില്ലല്ലോ. സോ അതേപോലെ നിങ്ങൾ ആ ഒരു സ്പിരിറ്റ്, അതായത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ നിങ്ങൾക്ക് ലൈക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഗിവ് അവേ ചെയ്യുന്നത്. ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക, ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അതിന് നമ്മൾ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളതിൽ ലൈക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റായി നിങ്ങൾ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വേറൊരു ഗിവ് അവേയിൽ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു ഗിവ് അവേയിൽ കിട്ടാണ്ടിരിക്കും എന്നില്ലല്ലോ. സോ നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അടിപൊളിയാക്കുക. ഗൈസ്, നിങ്ങളൊരു സപ്പോർട്ട് വഴിയാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമ്മൾ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ഇപ്പം ഒരുപാട് സബ്സ്ക്രൈബേഴ്സോ ഒരുപാട് വ്യൂസോ ഉണ്ട് എന്നല്ല, ലൈക്ക് ഗിവ് അവേ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റായിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, ഗിവ് അവേയിൽ നമ്മളിപ്പോൾ ലക്കി ഡ്രോ ആണെങ്കിലും നമുക്കിപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ അതിൽ നെയിം കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പം ഒരു ആളേക്ക് നമ്മൾ ആ ലക്കി വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾ ജസ്റ്റ് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ജസ്റ്റ് നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ എന്തെങ്കിലും റാൻഡമായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യുക. അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. അപ്പം നിങ്ങളൊരു സബ്സ്ക്രൈബും നിങ്ങളൊരു കമൻറ്റും മാത്രമേ നമ്മൾ ഈ ഒരു ഗിവ് അവേയിൽ ചോദിക്കുന്നുള്ളൂ. അപ്പം ലൈക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കും. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഹോപ്പ് യു ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.